ബംഗ്ലാദേശിലെ ജെൻസി പ്രക്ഷോഭ നേതാവും കടുത്ത ഇന്ത്യ വിരുദ്ധനുമായ ഷെരീഫ് ഉസ്മാൻ ഹാദിയുടെ കൊലപാതകം ഇന്ത്യ വിരുദ്ധന്മാർക്കിടയിൽ കടുത്ത ആശങ്കയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഇൻക്വിലാബ് മഞ്ച് പ്ലാറ്റ്ഫോമിന്റെ വക്താവായ ഹാദി വരാനിരിക്കുന്ന പൊതുതെരഞ്ഞെടുപ്പിലെ ഒരു പ്രധാന സ്ഥാനാർത്ഥിയായിരുന്നു. ഡിസംബർ 12-ന് ധാക്കയിൽ വച്ച് അജ്ഞാതരായ അക്രമികളുടെ വെടിയേറ്റ ഹാദി സിംഗപ്പൂരിലെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണപ്പെടുന്നത്. ഇതിനു പിന്നാലെ അരങ്ങേറിയ കലാപത്തിന്റെ മറവിൽ ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്കെതിരെ അക്രമ പരമ്പര അഴിച്ചുവിട്ടിരിക്കുകയാണ് തീവ്ര ഇസ്ലാമിസ്റ്റുകൾ. ദീപു ചന്ദ്രദാസ് പോലെയുള്ള ഹിന്ദു യുവാക്കളെ നിഷ്കരണം കൊന്നു കത്തിച്ച സംഭവവും ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായതാണ്. എന്നാൽ ഇപ്പോൾ ഇസ്ലാമിസ്റ്റുകളെ ഞെട്ടിച്ചുകൊണ്ട് കടുത്ത ഇന്ത്യ വിരുദ്ധനായ മറ്റൊരു നേതാവിനെ കൂടി അജ്ഞാതർ വധിച്ചിരിക്കുകയാണ്. മുഹമ്മദ് മൊതാലിബ് സിക്ദർ എന്ന നേതാവാണ് കൊല്ലപ്പെട്ടത്. ബംഗ്ലാദേശിലെ നാഷണൽസ് കോൺഗ്രസ് പാർട്ടിയുടെ തൊഴിലാളി സംഘടനയുടെ നേതാവും ഖുൽന ഡിവിഷണൽ കൺവീനറുമായ മുഹമ്മദ് മൊതാലിബ് സിക്ദർ തിങ്കളാഴ്ചയാണ്, അതായത് ഇന്നലെയാണ് കൊല്ലപ്പെട്ടതെന്ന് ബംഗ്ലാദേശിലെ പ്രമുഖ പത്രമായ പ്രഥം ആലോ റിപ്പോർട്ട് ചെയ്തു. ഖുൽനയിലെ സോനാഡംഗ മേഖലയിലുള്ള ഒരു വീടിനുള്ളിൽ വെച്ച് രാവിലെ 11:45 അജ്ഞാതരായ അക്രമികൾ സിക്ദറിന് നേരെ വെടിയുതിർത്തത്. NCP ഔദ്യോഗിക വക്താവ് സൈഫ് നവാസ് നൽകുന്ന വിവരങ്ങൾ പ്രകാരം പാർട്ടി സംഘടിപ്പിക്കുവാൻ തീരുമാനിച്ച വരാനിരിക്കുന്ന വലിയൊരു റാലിയുടെ ഏകോപന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയാണ് സിക്ദർ ആക്രമിക്കപ്പെട്ടത്. ഖുൽനയിലെ പാർട്ടി പ്രവർത്തനങ്ങൾക്കും തൊഴിലാളികളെ സംഘടിപ്പിക്കുന്നതിനും ചുക്കാൻ പിടിച്ചിരുന്ന പ്രധാന നേതാക്കളിൽ ഒരാളായിരുന്നു സിക്ദർ. വെടിയേറ്റതിന് പിന്നാലെ സമീപത്തുണ്ടായിരുന്ന നാട്ടുകാർ ചേർന്ന് സിക്ദറിനെ ഉടൻ തന്നെ ഖുൽന മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചിരുന്നു. വിദഗ്ധ പരിശോധനകൾക്കായി പിന്നീട് മറ്റൊരു ഡയഗ്നോസ്റ്റിക് സെന്ററിലേക്ക് മാറ്റിയെങ്കിലും തലയുടെ ഇടതുവശത്ത് ഗുരുതരമായി വെടിയേറ്റ സിക്ദർ അധികം വൈകാതെ തന്നെ മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. ഇന്ത്യ ബംഗ്ലാദേശിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുന്നു എന്നാരോപിക്കുന്ന ഗ്രൂപ്പുകളെ ഇയാൾ നിരന്തരം പിന്തുണച്ചിരുന്നു. ബംഗ്ലാദേശിൽ അടുത്ത കാലത്ത് നടന്ന ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുവാനുള്ള ആഹ്വാനങ്ങളിലും ഇന്ത്യ വിരുദ്ധ റാലികളിലും സിക്ദറും അയാളുടെ പാർട്ടിയായ NCPയും പങ്കുചേർന്നിരുന്നു. മുഹമ്മദ് മൊതാലിബ് സിക്ദർ പരസ്യമായി ഇന്ത്യയുടെ പല നയങ്ങളെയും എതിർക്കുന്ന ഒരാളാണ് അറിയപ്പെട്ടിരുന്നത്. ബംഗ്ലാദേശിലെ തീവ്ര ദേശീയവാദ ഗ്രൂപ്പുകളുടെയും ഇന്ത്യ വിരുദ്ധ വികാരം പ്രകടിപ്പിക്കുന്ന സംഘടനകളുടെയും വേദികളിൽ ഇയാളുടെ സാന്നിധ്യം ഉണ്ടാകാറുണ്ട്. അതിനാൽ തന്നെ ഇയാളെ ഒരു ഇന്ത്യ വിരുദ്ധ ആക്ടിവിസ്റ്റായി പല നിരീക്ഷകരും വിലയിരുത്തുന്നു. ഇന്ത്യക്കെതിരെ നിരന്തരം വിദ്വേഷം പ്രചരിപ്പിക്കുകയും അതിർത്തി കടന്നുള്ള കുറ്റകൃത്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ശക്തികൾ ദുർബലപ്പെടുന്നത് ദക്ഷിണേഷ്യൻ മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കുവാൻ സഹായിക്കും. ഇത്തരം തീവ്ര നിലപാടുള്ളവർ ഇല്ലാതാകുന്നത് ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിലെ അനാവശ്യ സംഘർഷങ്ങൾ കുറയ്ക്കുവാനും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം കൂടുതൽ സുതാര്യമാക്കുവാനും വഴിയൊരുക്കുമെന്നതിൽ സംശയമില്ല. പലപ്പോഴും ഇന്ത്യ വിരുദ്ധത എന്നത് ബംഗ്ലാദേശിനുള്ളിലെ വിഘടനവാദ ഗ്രൂപ്പുകൾക്ക് സഹായം നൽകുന്നതിലേക്കാണ് നീളാറുള്ളത്. ഇത്തരത്തിലുള്ള നേതാക്കൾ അജ്ഞാതരാൽ ഇല്ലാതാക്കപ്പെടുന്നത് ആഗോള ഭീകരവിരുദ്ധ പോരാട്ടത്തിന് പരോക്ഷമായ കരുത്ത് പകരും. ഇത് ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ സുരക്ഷാ ഭീഷണികൾ ലഘൂകരിക്കുവാനും ആഭ്യന്തര സമാധാനം നിലനിർത്തുവാനും സഹായിക്കും. അക്രമം ഒന്നിനും ഒരു പരിഹാരമല്ലെങ്കിലും ഭീകരപ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുന്ന ഘടകങ്ങൾ ഇല്ലാതാക്കുന്നത് ആത്യന്തികമായി ഒരു ശുദ്ധീകരണ പ്രക്രിയയായി കണക്കാക്കാം. ഇത്തരത്തിൽ ശുദ്ധീകരണ പ്രക്രിയയുമായി മുന്നോട്ട് പോകുന്ന അജ്ഞാതന് എല്ലാവിധ ഭാവുകങ്ങളും. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.